പ്രിയമുള്ളവരെ, നാട്ടിൽ നിന്ന് ദൂരെയായാലും നമ്മുടെ മനസ്സെന്നും നാട്ടിലെ ഉത്സവങ്ങളെയും ആഘോഷങ്ങളെയും മറക്കില്ല, അല്ലേ? പ്രകാശവും പ്രതീക്ഷയും സമൃദ്ധിയും നിറഞ്ഞ ഒരു പുതിയ തുടക്കത്തിൻ്റെ പ്രതീകമായി ഒരു വിഷുക്കാലം കൂടി വരവായി. മധുരസ്മരണകൾ ഉണർത്തുന്ന ആ വിഷുക്കാലത്തെ വരവേറ്റുകൊണ്ട് ഇവിടെ ഖത്തറിലും ഞങ്ങൾ വിഷു ആഘോഷിച്ചു. പുലർച്ചെ എഴുന്നേറ്റ് സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന ആ വിഷുക്കണി കാണുന്ന ആ നിമിഷം മനസ്സിലൊരു പോസിറ്റീവ് എനർജി നിറയ്ക്കുന്ന അനുഭവമാണ്. കണിക്കൊന്ന പൂവ്, പഴങ്ങൾ, കണ്ണാടി, നിലവിളക്ക് ഇവയെല്ലാം ചേർന്ന് ആ കണി. വർഷം മുഴുവൻ നന്മയും സമൃദ്ധിയും വരട്ടെ എന്നൊരു പ്രാർത്ഥനയാണ്. നിറഞ്ഞ മനസ്സോടെ ഇവിടെ ഖത്തറിൽ ഞങ്ങൾ നടത്തിയ വിഷു ആഘോഷവും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഒരു പക്ഷേ നാടിൻ്റെ തനതായ ആഘോഷങ്ങൾ കേരളത്തിലുള്ളവരെക്കാൾ കൂടുതലായി നെഞ്ചിലേറ്റി ആഘോഷിക്കുന്നത് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് വിദേശത്ത് താമസിക്കേണ്ടി വരുന്ന മലയാളികളാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സദ്യയിലെ വിഭവങ്ങൾ എണ്ണം മുതൽ ഓരോന്നും ശ്രദ്ധയോടെ നോക്കിയുള്ള സദ്യവട്ട ഒരുക്കങ്ങളും ഇലയിട്ട് സദ്യ വിളമ്പുന്ന രീതികളിലുമെല്ലാം കേരളത്തനിമ നിലനിർത്തുന്നു എന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. പപ്പടവും ഉപ്പേരിയും ശർക്കര വരട്ടിയും പുളിയിഞ്ചിയും മോരും രസവും സാമ്പാറും അവിയലും അച്ചാറും ഉൾപ്പെടെ 21 കൂട്ടം കറികൾ, പ്രഥമൻ ഉൾപ്പെടെ 2 കൂട്ടം പായസം. ഇതൊന്നും ഹോട്ടലിൽ നിന്നും വാങ്ങിയ സദ്യയല്ല കേട്ടോ. നമ്മുടെ മുത്തുമണികൾ തലേദിവസം തൊട്ടേ സദ്യവട്ടത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. നന്മയുള്ള നാടിൻ്റെ മധുരസ്മരണകൾ ഉണർത്തുന്ന ആഘോഷ പരിപാടികൾ. കുട്ടികളുടെ മുഖത്ത് വിടരുന്ന ആ സന്തോഷം കണ്ടില്ലേ? എല്ലാവരും ഒരുമിച്ചിരുന്ന് സദ്യ കഴിച്ചു. ഖത്തറിലെ ആധുനിക ജീവിതത്തിനിടയിൽ പോലും നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും കാത്തു സൂക്ഷിക്കുന്നത് ആവേശകരമാണ്. ഇവിടെയും നമ്മൾ ചെറിയൊരു കേരളം സൃഷ്ടിക്കുന്നു. സദ്യയ്ക്കുള്ള ഒരുക്കങ്ങൾ തന്നെ ഗൃഹാതുരത്വം സൃഷ്ടിക്കുന്നതായിരുന്നു. കുടുംബസമേതം ചിലവഴിക്കുന്ന ഓരോ നിമിഷവും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മകളായി മാറുന്നു. നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും നമ്മുടെ വേരുകളോടുള്ള ബന്ധം ഒരിക്കലും മാറില്ല. ഇന്ന് ഈ മനോഹരമായ നിമിഷങ്ങൾ നമുക്കെല്ലാവർക്കും കൂടുതൽ സന്തോഷം നൽകുന്നു. നമുക്കൊന്നായി ചേർന്ന് നന്മയും വിജയവും നിറഞ്ഞ ഒരു പുതുവർഷത്തെ സ്വാഗതം ചെയ്യാം. ഇന്ന് ഈ മനോഹരമായ വിഷുദിനത്തിൽ നമ്മൾ ഒരുമിച്ച് പങ്കിട്ട ഈ മനോഹരമായ നിമിഷങ്ങൾ ഒരാഘോഷം മാത്രമല്ല, ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മധുരമുള്ള ഓർമ്മകളാണ്. നാട്ടിൽ നിന്ന് ഏറെ ദൂരെയായാലും നമ്മുടെ സംസ്കാരവും സ്നേഹവും നമ്മളെ ഒരുമിപ്പിക്കുന്ന ശക്തിയാണ്. ഈ വിഷു ഓരോ വീടുകളിലും സന്തോഷം നിറയ്ക്കട്ടെ, ഓരോ മനസ്സിലും സമാധാനവും പ്രതീക്ഷയും നിറയ്ക്കട്ടെ. പുതിയ തുടക്കങ്ങൾ, പുതിയ സ്വപ്നങ്ങൾ, പുതിയ വിജയങ്ങൾ എല്ലാം നിങ്ങളെ തേടി വരട്ടെ. ഇത് ഒരു ദിവസം മാത്രമല്ല, ഒരു പുതിയ യാത്രയുടെ തുടക്കമാണ്. അതുകൊണ്ട് നിറഞ്ഞ ചിരിയോടെ സ്നേഹത്തോടെ ഈ പുതുവർഷം നമുക്ക് വരവേൽക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഖത്തറിൽ നിന്ന് ഏറെ സ്നേഹത്തോടെ മലയാളം കുട്ടി സ്റ്റോറീസ്. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നന്ദി.